എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5th സെമസ്റ്റർ ഇൻകം ടാക്സ് പേപ്പറിലെ 2023 ചോദിച്ചിട്ടുള്ള മുഴുവൻ തിയറി ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. ആദ്യം തന്നെ നമുക്ക് ഇൻകം ടാക്സിൽ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: വാട്ട് ഡു യു മീൻ ബൈ ടോട്ടൽ ഇൻകം? എന്താണ് ടോട്ടൽ ഇൻകം? ടോട്ടൽ ഇൻകം മീൻസ് എമൗണ്ട് ലെഫ്റ്റ് ആഫ്റ്റർ മേക്കിംഗ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U. അതായത് സെക്ഷൻ 80Cയും 80U മുതലുള്ള എല്ലാ ഡിഡക്ഷനും ചെയ്തതിന് ശേഷം വരുന്ന ആ ഒരു എമൗണ്ടിനെയാണ്, ആ ഒരു ഇൻകത്തിനെയാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ടോട്ടൽ ഇൻകവും അതുപോലെ തന്നെ ഗ്രോസ് ടോട്ടൽ ഇൻകവും. കഴിഞ്ഞ വർഷം അതിൽ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ടോട്ടൽ ഇൻകം എന്താണെന്നാണ്. ടോട്ടൽ ഇൻകം മീൻസ് എമൗണ്ട് ലെഫ്റ്റ് ആഫ്റ്റർ മേക്കിംഗ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U. സെക്ഷൻ 80C മുതൽ 80U വരെയുള്ള എല്ലാ ഡിഡക്ഷനും കഴിഞ്ഞതിന് ശേഷം വരുന്ന ആ ഒരു എമൗണ്ടിനെയാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇൻകം ആഫ്റ്റർ, ഇങ്ങനെ ഓർത്താൽ മതി. ടോട്ടൽ ഇൻകം മീൻസ് ഇൻകം ആഫ്റ്റർ മേക്കിംഗ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C മുതൽ 80U വരെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ അസസി ആൻഡ് ഡീംഡ് അസസി. അസസിയും ഡീംഡ് അസസിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അസസിയും ഡീംഡ് അസസിയും തമ്മിലുള്ള ഡിഫറൻസ്, ഈ ഡിഫറൻസ് നോക്കിയാൽ തന്നെ നമുക്ക് അസസിയുടെയും ഡീംഡ് അസസിയുടെ മീനിങ്ങും കിട്ടും. ഓക്കെ, അസസി, അസസ്മെൻറ്റ് ഇയർ, ഡീംഡ് അസസി, ഇതെല്ലാം സ്ഥിരമായിട്ട് മാറി മാറി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ 2023 ചോദിച്ചിട്ടുണ്ടായിരുന്നത് അസസിയും ഡീംഡ് അസസിയും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പം നമുക്ക് നോക്കാം. അസസി എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ടാക്സ് പെയർ ആണ്. ഡീംഡ് അസസി എന്ന് പറഞ്ഞാൽ നോട്ട് ആക്ച്വൽ ടാക്സ് പെയർ. അപ്പോൾ അസസി എന്ന് പറഞ്ഞാൽ ആരാണ്? ആക്ച്വലായിട്ട് യഥാർത്ഥത്തിൽ അസസിയാണ് എന്ത് ചെയ്യേണ്ടത്? ആ ഒരു പ്രീവിയസ് ഇയർ ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ് പേ ചെയ്യേണ്ടത്. എന്നാൽ ഡീംഡ് അസസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ ടാക്സ് പെയർ അല്ല. അപ്പോൾ ഒരു പോയിന്റ് ഓഫ് ഡിഫറൻസ് പഠിച്ചല്ലോ, എൻ്റെ കൂടെ തന്നെ പഠിച്ചെടുക്കണം. നമ്മുടെ വീഡിയോയുടെ പ്രത്യേകതയും അതാണ്. നമ്മൾ ആ ഒരു വീഡിയോ നിങ്ങൾ 1-2 തവണ കേട്ട് കഴിഞ്ഞാൽ നമ്മളോടൊപ്പം തന്നെ ആ ഒരു സിമ്പിൾ കീ വേർഡ്സ് വെച്ച് പഠിച്ചു പോകണം. ഓക്കെ, അപ്പോൾ അസസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ ടാക്സ് പെയർ ആണ്. ഡീംഡ് അസസി എന്ന് പറഞ്ഞാൽ നോട്ട് ആക്ച്വൽ ടാക്സ് പെയർ, യഥാർത്ഥത്തിലൊരു ടാക്സ് പെയർ അല്ല. പേഴ്സൺ ലാബിൾ ടു പേ ടാക്സ്. അസസി എന്ന് പറഞ്ഞാൽ അസസി എന്താണ്? ടാക്സ് അടയ്ക്കാൻ ബാധ്യതപ്പെട്ട ആളാണ്, ലേബിൾ ആയിട്ടുള്ള ആളാണ്. ഡീംഡ് അസസി എന്ന് പറഞ്ഞാൽ പേഴ്സൺ ലാബിൾ ടു പേ ടാക്സ് ഓൺ ബിഹാഫ് ഓഫ് അനദർ. ഒരു വ്യക്തിക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പേ ചെയ്യുന്ന ആളാണ് ആര്? ഡീംഡ് അസസിനെ നിയമിക്കുകയാണ്. അപ്പോൾ അസസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകം ടാക്സ് പേ ചെയ്യാൻ ലേബിൾ ആയിട്ടുള്ള ആളാണ്. അയാൾക്ക് സാധിക്കാത്ത പക്ഷം ഒരാളെ ഏൽപ്പിക്കുന്നതാണെന്ത്? ഡീംഡ് അസസി. അസസി ഫയൽസ് ടാക്സ് റിട്ടേൺ വോളണ്ടറിലി. അതായത് അസസി എന്താണ്? സ്വമേധയാണ് ടാക്സ് ഫയൽ ചെയ്യുന്നത്, ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. ഡീംഡ് അസസിയോ ഫയൽ ടാക്സ് റിട്ടേൺ ഫോർ അനദർ പേഴ്സൺ, മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അസസിയുടെ ടാക്സ് ലാബിലിറ്റി ഫോർ ഓൺ ഇൻകം. അസസി എന്ന് പറഞ്ഞാൽ സ്വന്തം ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ് അടയ്ക്കാൻ ബാധ്യതപ്പെട്ട ആളാണ്. ഡീംഡ് അസസി എന്ന് പറഞ്ഞാൽ ടാക്സ് ലാബിലിറ്റി ഫോർ അതേഴ്സ് ഇൻകം, മറ്റൊരാളുടെ ഇൻകത്തിൻ്റെ മുകളിൽ ആണ്. അപ്പോൾ അസസിയും ഡീംഡ് അസസിയും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു. കഴിഞ്ഞ വർഷത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: വാട്ട് ആർ ദ ഡിഡക്ഷൻസ് ഫ്രം സാലറി അലോഡ് അണ്ടർ ഇൻകം ടാക്സ്? ഇൻകം ടാക്സ് പ്രകാരം സാലറിയിലെ ഡിഡക്ഷൻ എന്തൊക്കെയാണെന്ന്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ₹50,000. ഇതാണ് അതിൻ്റെ ആൻസർ. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000. പ്രൊഫഷണൽ ടാക്സ് ഉണ്ട്. അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഇഫ് ഹീ ഈസ് എ ഗവൺമെൻറ് എംപ്ലോയി. അവരൊരു ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ അവർക്ക് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനാണ്. പ്രൊഫഷണൽ ടാക്സ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനാണ്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ്റെ 50,000 രൂപയും. അപ്പോൾ എന്തൊക്കെയാണ് സാലറിയിലെ ഡിഡക്ഷൻ? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ്റെ 50,000-ഉം പ്രൊഫഷണൽ ടാക്സും അതുപോലെ തന്നെ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസും. വാട്ട് ഈസ് മെൻ ബൈ ഗ്രാറ്റുവിറ്റി? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ വർഷത്തെ. എന്താണ് ഗ്രാറ്റുവിറ്റി?
ഇറ്റ് ഈസ് എ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ഗിവൺ ബൈ ദ എംപ്ലോയർ ടു എംപ്ലോയി ഇൻ കൺസിഡറേഷൻ ഓഫ് പാസ്റ്റ് സർവീസസ്. ഒരു തൊഴിലാളിയുടെ കഴിഞ്ഞുപോയ വർഷങ്ങളിലെ സേവനത്തിന് ആ ഒരു തൊഴിലുടമ അവർക്ക് കൊടുക്കുന്ന ആ ഒരു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിനെയാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാറ്റുവിറ്റി എന്തായാലും പഠിച്ചു വെച്ചോളൂ, അതൊരു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റാണ്. ഒന്നാമത്തെ പോയിന്റ് എന്നാണ്, ഗ്രാറ്റുവിറ്റി ഒരു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റാണ്. അത് ആർക്കാണ് കൊടുക്കുന്നത്? എംപ്ലോയർ ടു എംപ്ലോയി. എംപ്ലോയർ എംപ്ലോയിക്കാണ് കൊടുക്കുന്നത്. എന്തിനാണ് കൊടുക്കുന്നത്? ഇൻ കൺസിഡറേഷൻ ഓഫ് പാസ്റ്റ് സർവീസസ്. ആ ഒരു എംപ്ലോയിയുടെ കഴിഞ്ഞ കാലത്തെ സേവനത്തിനാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റാണ്. എംപ്ലോയർ എംപ്ലോയിക്ക് അവരുടെ പാസ്റ്റ് സർവീസിന് കൊടുക്കുന്നു. അടുത്തതാണ്, ഹൗ ഈസ് സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് വാല്യൂഡ്? ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ക്വസ്റ്റ്യനാണ്. എങ്ങനെയാണ് ഒരു സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് വാല്യൂ ചെയ്യുന്നത് എന്ന്. ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് സെൽഫ് ഒക്യുപ്പൈഡ് അസെറ്റ് ഈസ് നിൽ. നിൽ എന്നാണ് അതിൻ്റെ ഉത്തരം. കാരണം എന്താ? സ്വന്തമായിട്ട് ഒക്യുപ്പൈ ചെയ്ത ആ ഒരു ഹൗസ് പ്രോപ്പർട്ടിയുടെ മുകളിൽ നമ്മൾ എന്ത് കൊടുക്കേണ്ടതില്ല? ടാക്സ് കൊടുക്കേണ്ടതില്ല. സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് ഈസ് യൂസ്ഡ് ഫോർ വൺസ് ഓൺ റെസിഡൻഷ്യൽ പർപ്പസ്. ഇപ്പം എൻ്റെ വീടെന്ന് പറയുന്നത് എനിക്ക് വേണ്ടി താമസിക്കാൻ വേണ്ടിയിട്ടുള്ള വീടാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ടാക്സ് കൊടുക്കേണ്ടത് എപ്പോഴാണ്? എനിക്ക് 2 ഒക്യുപ്പൈഡ് ഹൗസ് ഉണ്ടെങ്കിൽ ഒന്നിന് കൊടുക്കണം, അല്ലെങ്കിൽ അൺഒക്യുപ്പൈഡ് ഞാൻ വാടകയ്ക്ക് കൊടുത്തിട്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ അൺഒക്യുപ്പൈഡ് ആണെങ്കിൽ കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എത്രയേ ഉള്ളൂ. ഹൗ ഈ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് ഈസ് വാല്യൂഡ് എന്ന് ചോദിച്ചാൽ ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് സെൽഫ് ഒക്യുപ്പൈഡ് അസെറ്റ് ഈസ് നിൽ. അത് നില്ലാണ്. അടുത്തതാണ്, എക്സ്പ്ലെയിൻ പ്രൊവിഷൻ റിലേറ്റിംഗ് ടു അഡീഷണൽ ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ അഡീഷണൽ ഡിപ്രീസിയേഷൻ്റെ പ്രൊവിഷൻ എന്താണെന്ന്. 20%. അതാണ് ഉത്തരം. പ്ലാന്റ് ആൻഡ് മെഷീനറി എൻഗേജ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് a thing are granted deduction on additional depreciation at the rate of 20% in the year they were purchases. Okay. അടുത്തത്, വാട്ട് ഈസ് കോസ്റ്റ് ഓഫ് ബോണസ് ഷെയർ? 0 കോസ്റ്റ് എന്നാണ് ഉത്തരം. ഇപ്പോൾ ഒരുപാട് 1 ലൈൻ എഴുതാനുള്ള ഉത്തരമുണ്ട്. കോസ്റ്റ് ഓഫ് ബോണസ് ഷെയർ 0 ആണ്. വാട്ട് ഈസ് LTCG? അതായത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്താണെന്നാണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ മീൻസ് എമൗണ്ട് ഏൺഡ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ്. ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഏൺ ചെയ്തിട്ടുള്ള ആ ഒരു ഗെയിനെയാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് എനി ഫോർ സിറ്റുവേഷൻ ഇൻ വിച്ച് ഗിഫ്റ്റ്സ് ആർ നോട്ട് ടാക്സബിൾ. ഗിഫ്റ്റ് ടാക്സ് ചെയ്യാത്ത ഏതെങ്കിലും 4 സിറ്റുവേഷനാണ് ചോദിച്ചത്. ഒന്ന്, ഗിഫ്റ്റ് റിസീവ്ഡ് ഫ്രം റിലേറ്റീവ്സ്. നമ്മുടെ ബന്ധുക്കളിൽ നിന്നാണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതെങ്കിൽ അത് ടാക്സബിൾ അല്ല. ഗിഫ്റ്റ് റിസീവ്ഡ് ഓൺ ദി ഒക്കേഷൻ ഓഫ് മാരേജ്. മാരേജിന്, നമ്മുടെ വിവാഹത്തിനാണ് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയത് എങ്കിൽ അതെന്തല്ല? ടാക്സബിൾ അല്ല. ഗിഫ്റ്റ് റിസീവ്ഡ് അണ്ടർ എ വിൽ. നമുക്ക് ഒരാളുടെ വിൽ പ്രകാരമാണ് നമുക്ക് വിൽപത്രത്തിൽ എഴുതി വെച്ച ആ ഒരു ഗിഫ്റ്റാണ് കിട്ടിയതെങ്കിൽ, വിൽ പ്രകാരമാണ് ഗിഫ്റ്റ് കിട്ടിയതെങ്കിൽ അതെന്തല്ല? ടാക്സബിൾ അല്ല. ഗിഫ്റ്റ് റിസീവ്ഡ് ഫ്രം ലോക്കൽ അതോറിറ്റി, യൂണിവേഴ്സിറ്റീസ് ഓർ ട്രസ്റ്റ്. യൂണിവേഴ്സിറ്റികളിൽ നിന്നോ അതുപോലെ തന്നെ ലോക്കൽ അതോറിറ്റി, പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് നിന്നൊക്കെ കിട്ടുന്ന ചില ഗിഫ്റ്റുകളും കൺസിഡറേഷൻസും ഉണ്ടാവില്ലേ? അതൊന്നും എന്തല്ല? ടാക്സബിൾ അല്ല. ഇത് 5 മാർക്കിനും ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി. സ്റ്റേറ്റ് എനി ഫോർ സിറ്റുവേഷൻ ഇൻ വിച്ച് ഗിഫ്റ്റ് ആർ നോട്ട് ടാക്സബിൾ. ഏതൊക്കെയാണ്? ഗിഫ്റ്റ് റിസീവ്ഡ് ഫ്രം റിലേറ്റീവ്സ്, ഗിഫ്റ്റ് റിസീവ്ഡ് ഓൺ മാരേജ്, ഗിഫ്റ്റ് റിസീവ്ഡ് അണ്ടർ എ വിൽ, ഗിഫ്റ്റ് റിസീവ്ഡ് ഫ്രം ലോക്കൽ അതോറിറ്റി, യൂണിവേഴ്സിറ്റീസ് ഓർ ട്രസ്റ്റ്. അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ആ കാര്യം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇൻകം ടാക്സിൻ്റെ 5 മൊഡ്യൂളിലെയും തിയറി പാർട്ടുകൾ, ഓരോ മൊഡ്യൂളിലെയും 2 മാർക്ക്, 5 മാർക്ക്, 10 മാർക്ക് സെക്ഷൻ വെച്ചിട്ടുള്ള നോട്ട്സും PDF നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ, ക്ലാസ്സും വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഏതൊക്കെയാണ് 4 സിറ്റുവേഷൻസ് ഒന്ന് പറഞ്ഞു നോക്കൂ. ഗിഫ്റ്റ് ടാക്സ് ചെയ്യാത്ത ഒന്ന് റിലേറ്റീവ്സ് എന്ന് കിട്ടിയാൽ, ഒന്ന് മാരേജിന് കിട്ടിയാൽ, ഒന്ന് വിൽ പ്രകാരം കിട്ടിയാൽ, ഒന്നെന്താണ് ലോക്കൽ അതോറിറ്റിയിൽ നിന്നോ യൂണിവേഴ്സിറ്റീസിൽ നിന്നോ ട്രസ്റ്റിൽ നിന്നോ ഒക്കെ കിട്ടിയാൽ. ഹൗ GAV ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ഈസ് കാൽക്കുലേറ്റഡ്. എങ്ങനെയാണ് GAV കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. GAV ഈസ് ഹയർ ഓഫ് MRV, FRV ഓർ ആക്ച്വൽ റെൻറ്റ്. ഓക്കെ. അടുത്തത്, ഗിവ് എനി 2 അലവൻസസ് വിച്ച് ആർ ഫുള്ളി എക്സംപ്റ്റഡ്. ഫുള്ളി എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും 2 അലവൻസസുകളാണ് ചോദിച്ചത്.
കോമ്പൻസേറ്ററി അലവൻസ് ഉണ്ട്, അതുപോലെ തന്നെ അലവൻസസ് പെയ്ഡ് ടു UNO എംപ്ലോയീസ് ഉണ്ട്, അതുപോലെ അലവൻസസ് പെയ്ഡ് ടു ജഡ്ജസ് ഓഫ് ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട് ഉണ്ട്, അടുത്തത് അലവൻസസ് പെയ്ഡ് ടു ഗവൺമെൻറ് എംപ്ലോയീസ് അബ്രോഡ്. അപ്പോൾ ഏതൊക്കെയാണ്? 2 സിറ്റുവേഷനാണ് നമ്മളോട് ചോദിച്ചത്. അലവൻസസ് ഫുള്ളി എക്സംപ്റ്റ് ചെയ്യുന്നത് 2 ഓർത്ത് വെച്ചോളൂ. ഒന്ന് കോമ്പൻസേറ്ററി അലവൻസ്, മറ്റൊന്ന് അലവൻസസ് പെയ്ഡ് ടു ജഡ്ജസ് ഓഫ് ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിലെയോ ഹൈക്കോർട്ടിലെയോ ജഡ്ജസിന് കൊടുക്കുന്ന അലവൻസ് എന്താണ്? ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. അതുപോലെ UNO എംപ്ലോയീസിന് കൊടുക്കുന്നതും ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. കോമ്പൻസേറ്ററി അലവൻസസിന് കൊടുക്കുന്നതും ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. അതേപോലെ തന്നെ അബ്രോഡിലെ ഗവൺമെൻറ് എംപ്ലോയീസിന് കൊടുക്കുന്ന ആ ഒരു കോമ്പൻസേഷനും അല്ലെങ്കിൽ അലവൻസസും ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. അടുത്തതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആണ്. വാട്ട് ഈസ് മെൻ ബൈ ബ്ലോക്ക് ഓഫ് അസറ്റ്സ്? എല്ലാവരും പഠിച്ചു വെക്കണം. ബ്ലോക്ക് ഓഫ് അസറ്റ്സ് മീൻസ് ഗ്രൂപ്പ് ഓഫ് അസറ്റ്സ് ഫോർ വിച്ച് ദ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ പ്രിസ്ക്രൈബ്ഡ് അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട് ഈസ് സെയിം. അതായത് ഒരു കൂട്ടം അസറ്റുകൾക്ക് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം സെയിം റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ആണ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അതിനെയാണ് ബ്ലോക്ക് ഓഫ് അസറ്റ്. ഉദാഹരണത്തിന് ഇപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ, ഇവയൊക്കെ എല്ലാം തന്നെ ഒരു 25% ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഡിപ്രീസിയേഷൻ പറയുകയാണ് ആ ബ്ലോക്കിൽ വരുന്ന എല്ലാ അസറ്റ്സിനും. അതിനെയാണ്, അത് കറക്റ്റ് അല്ല ഞാൻ പറഞ്ഞത്, ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, അതിനെയാണ് നമ്മൾ ബ്ലോക്ക് ഓഫ് അസറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം സെയിം റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രൂപ്പ് ഓഫ് അസറ്റ്സിനെയാണ് ബ്ലോക്ക് ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. അതിനി സിമ്പിളായിട്ട് മുറിച്ച് പഠിക്കേണ്ടവർക്ക് അങ്ങനെയും പറഞ്ഞുതരാം. അതൊരു ഗ്രൂപ്പ് ഓഫ് അസറ്റ് ആണ്, സെയിം ടാക്സ് റേറ്റ് ആയിരിക്കും. അത്രയും ഓർത്താൽ മതി. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് അസറ്റ്, ഇറ്റ് ഹാസ് സെയിം ടാക്സ് റേറ്റ് മതി. അടുത്തതാണ് വാട്ട് ഈസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ? ഇറ്റ് ഈസ് ദ പ്രൈസ് പെയ്ഡ് ബൈ ദ അസസി ഫോർ ദ അക്വിസിഷൻ ഓഫ് ആൻ അസറ്റ്. ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അക്വിസിഷൻ എന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ പർച്ചേസ് എന്ന് ഓർത്താൽ മതി. ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അസസി പെയ്ഡ് ചെയ്യുന്ന ഒരു പ്രൈസിനെയാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്. ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അസസി അക്വയർ ചെയ്യുന്ന അല്ലെങ്കിൽ അസസി പേ ചെയ്യുന്ന പൈസയാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അടുത്തതാണ് ഹൗ HRA ഈസ് ടാക്സഡ്. HRA എങ്ങനെയാണ് ടാക്സ് ചെയ്യുക എന്ന്. അതായത് ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സംപ്റ്റഡ്. താഴെ പറയുന്നതിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ളത് അതാണ്. ഒന്നില്ലെങ്കിൽ ആക്ച്വൽ HRA റിസീവ്ഡ്, അതല്ലെങ്കിൽ 50% ഓഫ് ബേസിക് സാലറി, അതുപോലെ അല്ലെങ്കിൽ 40% ഫോർ നോൺ മെട്രോ. മുംബൈ, കൽക്കത്ത, അതുപോലെ ചെന്നൈ സിറ്റികളല്ലാതെ വരുന്നുണ്ടെങ്കിൽ അവിടെ എത്രയാണ്? 40% ആണ്. റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് ബേസിക് സാലറി. അടുത്തത് വാട്ട് ഈസ് ക്യാപിറ്റൽ അസറ്റ്? ക്യാപിറ്റൽ അസറ്റ് സിംപ്ലി മീൻസ് എനി കൈൻഡ് ഓഫ് പ്രോപ്പർട്ടി ഹെൽഡ് ബൈ ആൻ അസസി. ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണോ അസസി ഹെൽഡ് ചെയ്തിരിക്കുന്നത് അതിനെയാണ് ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത്. ഇനി കഴിഞ്ഞ വർഷം ഇൻകം ടാക്സിൽ ചോദിച്ചിട്ടുള്ള 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് എക്സ്പ്ലെയിൻ ആക്സിലറേറ്റഡ് അസസ്മെന്റ്. Certain cases, income of the previous year taxable on the same year. It is called accelerated assessment. ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ പ്രീവിയസ് ഇയറിലെ ഇൻകത്തിൻ്റെ മുകളിലാണ് കറണ്ട് ഇയറിൽ എന്ത് ചെയ്യുക? ഇൻകം ടാക്സ് ചാർജ് ചെയ്യുന്നത്. എന്നാൽ ചില കേസുകളിൽ എന്ത് ചെയ്യും? സെയിം ഇയറിൽ തന്നെ ടാക്സ് ചാർജ് ചെയ്യും. അതിനെയാണ് ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അത്തരം സിറ്റുവേഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇൻകം ഫ്രം നോൺ റെസിഡൻറ്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ്, അതുപോലെ തന്നെ ഇൻകം ഓഫ് പേഴ്സൺ ലീവിങ് ഇൻ ഇന്ത്യ, ലിവിങ് അല്ല കേട്ടോ, ലീവിങ് ആണ്, ഇന്ത്യയിൽ നിന്ന് പോയത്. ഇൻകം ഓഫ് ആൻ AOP or BI ഫോംഡ് ഫോർ എ പർട്ടിക്കുലർ പർപ്പസ്, ഇൻകം ഓഫ് ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ്. ഇത് പഠിച്ചു വെച്ചോട്ടോ. ഇത് 2 മാർക്കിനും 5 മാർക്കിനും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്താണ് ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവില്ല. ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ സർട്ടൈൻ കേസസ് ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ ടാക്സബിൾ ഓൺ ദ സെയിം ഇയർ. അതായത് പ്രീവിയസ് ഇയറിലെ ഇൻകം ആ ഒരു സെയിം ഇയറിൽ തന്നെ എന്ത് ചെയ്യും? പ്രീവിയസ് ഇയറിൽ തന്നെ, അതായത് 2024 അല്ലേ, 2024 ഇൻകം 2024 തന്നെ എന്ത് ചെയ്യും? ടാക്സബിൾ ആക്കും. അത്തരം കേസിനെയാണ് ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അത് ഏതെല്ലാം സാഹചര്യങ്ങളിലാണ്? ഒന്ന്, നോൺ റെസിഡൻറ്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ്, അതുപോലെ തന്നെ ഇന്ത്യ വിട്ടുപോകുന്ന ഒരാളെ ഇൻകം, അതുപോലെ AOP or BOI ഫോംഡ് ഫോർ എ പർട്ടിക്കുലർ പർപ്പസ്, അതുപോലെ ഇൻകം ഓഫ് ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ്. കഴിഞ്ഞ വർഷം ചോദിച്ച മറ്റൊരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു വിച്ച് ആർ ദ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. അതായത് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ടാക്സിൽ നിന്നും എക്സംപ്റ്റഡ് ആവുന്ന സിറ്റുവേഷൻ ഏതൊക്കെയാണ്? ഒന്ന്, സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി. അതായത് സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിക്ക് നമ്മൾ എന്ത് കൊടുക്കേണ്ട? ടാക്സ് കൊടുക്കേണ്ട.
അതുപോലെ പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ ബിസിനസ്, ബിസിനസ്സിന് യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടിക്ക് കൊടുക്കണ്ട. പ്രോപ്പർട്ടി റെൻറ്റഡ് ടു ഫാമിലി മെമ്പേഴ്സ്, സ്വന്തം കുടുംബത്തിലെ ഫാമിലിയിലെ ആളുകൾക്ക് തന്നെയാണ് പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുത്തതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, ടാക്സ് കൊടുക്കേണ്ട. പ്രോപ്പർട്ടി ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി, പൊളിറ്റിക്കൽ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പ്രോപ്പർട്ടി ആണെങ്കിൽ ടാക്സ് എക്സംപ്റ്റഡ് ആണ്. പ്രോപ്പർട്ടി ഓഫ് എ ട്രസ്റ്റ്, ട്രസ്റ്റിൻ്റെ പ്രോപ്പർട്ടി ആണെങ്കിൽ അവിടെയും ടാക്സ് എക്സംപ്റ്റഡ് ആണ്. പ്രോപ്പർട്ടി ഓഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടേതാണെങ്കിൽ അവിടെയും നമ്മൾ ടാക്സബിൾ അല്ല. വേക്കൻറ്റ് ലാൻഡ്, അവിടെയും നമുക്ക് എന്തല്ല, ടാക്സബിൾ അല്ല, എക്സംപ്റ്റഡ് ആണ്. ഒരു 5 ഓർത്ത് വെച്ചോളൂ. ഏതൊക്കെയാണ്? സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി, പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ ബിസിനസ്, പ്രോപ്പർട്ടി റെൻറ്റഡ് ടു ഫാമിലി മെമ്പേഴ്സ്, പ്രോപ്പർട്ടി ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി, പ്രോപ്പർട്ടി ഓഫ് എ ട്രസ്റ്റ്. ഇനി അടുത്ത വർഷം ചോദിച്ചിട്ടുള്ള 3 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. തിയറി ചോദിച്ചത് കഴിഞ്ഞ പ്രാവശ്യം, അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് മര്യാദയ്ക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ 15 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്തതാണ് എക്സ്പ്ലെയിൻ ഇൻകം ചാർജബിൾ അണ്ടർ ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇൻകം ഫ്രം അതർ സോഴ്സസിൽ ചാർജബിൾ ആയിട്ടുള്ള ഇൻകം ഏതൊക്കെയാണ്? ഡിവിഡൻറ്റ്, കാഷ്വൽ ഇൻകം, ഗിഫ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി, കോമ്പോസിറ്റ് റെൻറ്റ്, ഇൻകം ഫ്രം റോയാലിറ്റി, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ് ഒക്കെ ഓർത്ത് വെച്ചോളൂ. അടുത്തത് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള എസ്സേ ആണ് എക്സ്പ്ലെയിൻ എനി 10 ഇൻകം എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. 10 പേര് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷനും കണ്ടീഷൻസും ഒക്കെ നിങ്ങൾ പഠിക്കുക. ഒന്ന് അഗ്രികൾച്ചറൽ ഇൻകം ആണ്, ഒന്ന് ട്രാവൽ കൺസെഷൻ ആണ്, ഡിവിഡൻറ്റ് ഇൻകം ഫ്രം ഡൊമസ്റ്റിക് കമ്പനീസ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ സേവിംഗ് ബാങ്ക് അക്കൗണ്ട്, സ്കോളർഷിപ്പ്, ഗിഫ്റ്റ് ഫ്രം റിലേറ്റീവ്സ്, ലീവ് ട്രാവൽ അലവൻസസ്, ഹൗസ് റെൻറ്റ് അലവൻസസ്, ഇൻട്രസ്റ്റ് ഓൺ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്, ഡിസബിലിറ്റി പേഴ്സൺ. താങ്ക് യു.